എല്ലാവർക്കും മേരിയറ്റ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ക്രീം കേക്കിൻ്റെ റെസിപ്പിയാണ് ഇതിൽ കാണിക്കുന്നത്. കേക്ക് ഉണ്ടാക്കുന്നതും ക്രീം വെക്കുന്നതുമായിട്ടുള്ള എല്ലാം ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ. അതുപോലെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു ഗ്ലാസ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയാണ് നമുക്കിതിനാവശ്യം. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസിൻ്റെ താഴെ, അതായത് മുക്കാൽ ഭാഗത്തിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ പഞ്ചസാര എടുത്തിട്ട് മിക്സിയിൽ പൊടിച്ചിട്ടാണ് പഞ്ചസാര നമ്മൾ മാറ്റി വയ്ക്കുന്നത്. പിന്നെ വാനില എസൻസ് 1 ടീസ്പൂൺ ചേർക്കണം. പിന്നെ വേണ്ടത് പൊടിയാണ്. മൈദപ്പൊടി മാത്രമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഗ്ലാസ് മൈദപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോൾ 250 ml. പിന്നെ 4 മുട്ട വേണം. മുട്ടയുടെ വെള്ള മറ്റൊരു പാത്രത്തിലേക്കും ഉണ്ണി മറ്റൊരു പാത്രത്തിലേക്കും ഇട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു ഗ്ലാസ് മൈദപ്പൊടി നമ്മൾ എടുത്തപ്പോൾ അതിൽ 2 സ്പൂൺ മൈദപ്പൊടി എടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് 2 സ്പൂൺ കോൺഫ്ലോർ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കുറച്ചും കൂടെ സോഫ്റ്റ് ഉണ്ടാവാനാണ് കോൺഫ്ലോർ എക്സ്ട്രാ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേക്ക്. ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ ഉണ്ണി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്കാണ് 1 ടീസ്പൂൺ വാനില എസൻസും പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയുടെ പകുതി ഭാഗം ഇട്ട് കൊടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാര നിങ്ങൾ പൊടിച്ചെടുക്കുമ്പോൾ അതിലൊരു 2 പീസ് ഏലക്കായും കൂടെ ചേർത്തിട്ട് പൊടിക്കുകയാണെങ്കിൽ മുട്ടയുടെ സ്മെല്ലൊന്നും കേക്കിൽ കിട്ടില്ല. ഏലക്കായുടെ സ്മെല്ല് കയറി നിൽക്കും. ഏലക്കായുടെ സ്മെല്ല് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഒരു നാടൻ രുചി ഇഷ്ടമാണെങ്കിലാണ് അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ കേക്കിന് കുറച്ചും കൂടി ഡിഫറെൻറ്റ് ഫ്ലേവർ കിട്ടും. നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് അല്ലെങ്കിൽ 1/4 ഗ്ലാസ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് മൈദപ്പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത്. പൊടി നമ്മൾ 3 വട്ടെങ്കിലും നന്നായി അരിച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 3ാമത്തെ അരിക്കുമ്പോൾ ഡയറക്റ്റായിട്ട് ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് മൈദപ്പൊടിയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് നമ്മൾ ഈ സ്പോഞ്ച് കേക്കിലേക്ക് ആഡ് ചെയ്യണത്. ബേക്കിംഗ് സോഡ ആഡ് ചെയ്യണില്ല. ഇനി നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് ചെറു ചൂടുള്ള പാലാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പാല് ചെറുതാക്കിയിട്ട് ചൂടാക്കിയിട്ട് 1/2 ഗ്ലാസ് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കേക്ക് കൂടുതൽ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറു ചൂടുള്ള പാല് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കുക. ഈ മുട്ടയുടെ വെള്ളം നമ്മൾ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. നല്ല സ്റ്റിഫ് കൺസിസ്റ്റൻസിയിലേക്ക് എത്തുന്ന രീതിയിൽ നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. പെട്ടെന്ന് ബീറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കുറച്ചൊന്ന് പതഞ്ഞ് വരുമ്പോഴത്തേനും ഇതിലേക്ക് നമുക്ക് ബാക്കി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പൊടിച്ച പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം.
നന്നായി സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ടയുടെ മഞ്ഞയുടെ മിക്സ് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് ടിന്നിൻ്റെ അടിഭാഗത്ത് ബട്ടർ പേപ്പർ വിരിച്ചിട്ട് ഒരു തുള്ളി ഓയിലും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് സൈഡ് വശത്തും അടിഭാഗത്തും സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ നല്ല രീതിയിൽ വിരിച്ചിട്ടുണ്ടായിരിക്കണം. നമുക്ക് ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഓവൺ ആണെങ്കിൽ ഓവൺ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് നമ്മളിവിടെ പ്രീഹീറ്റ് ചെയ്തത്. എന്നിട്ട് 160 ഡിഗ്രിയിൽ 40-45 മിനിറ്റ് കൊണ്ടാണ് കേക്ക് ബേക്കായിട്ട് വന്നത്. ഓരോ ഓവൺ അനുസരിച്ചിട്ടും വ്യത്യാസം ഉണ്ടായിരിക്കും. കുക്കറിലാണെങ്കിലും 10 മിനിറ്റ് നേരം പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാൻ. പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് എങ്ങാനും വെച്ച് ഇതുപോലെ എയർ ബബിൾസ് നന്നായി കളയണം. എന്നിട്ട് വേണം ഓവനിലേക്ക് കയറ്റാനായിട്ട്. ഇപ്പോൾ കേക്ക് നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ് കേക്ക്. കേക്കിൻ്റെ ഈ മുകൾ ഭാഗത്തെ സ്കിന്ന് നമുക്ക് മുറിച്ച് മാറ്റണം വേണ്ടത് ക്രീം തേക്കാനായിട്ട്. വിവാൻ്റെ ക്രീമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഏകദേശം 1 കപ്പോളം ക്രീം ഈ കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ക്രീം നന്നായി സ്റ്റിഫ് ആവുന്ന വരെ ഇതുപോലെ നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം കേക്ക് കട്ട് ചെയ്യുക. 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളൂ. 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് പാല് ഉപയോഗിച്ചിട്ടാണ് കേക്ക് നമ്മൾ നനച്ചെടുത്തിരിക്കുന്നത്. ഇടവിട്ട് ഓരോ പീസിലും കേക്ക് പാൽ ഉപയോഗിച്ച് നനച്ച് കൊടുത്തതിന് ശേഷം ക്രീം ഇതുപോലെ തേച്ച് കൊടുക്കുക. അതിനുശേഷം അടുത്ത ലെയർ വയ്ക്കുക. അതിനുശേഷം സൈഡിലെല്ലാം ഇതുപോലെ ക്രീം തേച്ച് പിടിപ്പിക്കുക. കുറച്ച് സമയം എടുത്തിട്ട് വേണം നമ്മളിത് ഫിനിഷിങ്ങിലേക്ക് കൊണ്ടുവരാനായിട്ട്. നല്ല ഭംഗിയുള്ള ഫിനിഷിങ് ഉണ്ടെങ്കിലാണ് കേക്ക് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരിക്കുള്ളൂ. സ്ട്രോബെറിയുടെ കളറാണ്, ഒരു ലൈറ്റ് പിങ്ക് കളറാണ് നമ്മൾ കേക്കിന് മൊത്തമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ വൈറ്റ് ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്ക് ക്രീമിൽ ലൈറ്റ് റോസ് കളർ ആഡ് ചെയ്തിട്ട്, സ്ട്രോബെറിയുടെ ഫ്ലേവറാണ് നമ്മൾ ആഡ് ചെയ്യണത്. ആ ഫ്ലേവറും കൂടെ ആഡ് ചെയ്തിട്ട് ക്രീം റോസ് കളറാക്കി എടുക്കണം. അതിനുശേഷം അത് കേക്കിൽ മൊത്തമായിട്ട് പരട്ടി കൊടുക്കുകയാണ് ചെയ്യണത്. നമുക്ക് കേക്ക് കാണുമ്പോൾ അറിയാലോ എത്രത്തോളം ഫിനിഷിങ് വന്നിട്ടുണ്ടെന്ന്. അത്രത്തോളം നല്ല ഭംഗിയിൽ ഫിനിഷിങ് ആവുന്ന വരെ നമ്മൾ നൈഫ് വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ കാർഡെങ്ങാനും വെച്ചിട്ട് ക്രീമിന് നല്ല ഫിനിഷിങ് ടച്ച് കൊടുക്കണം.
ഇപ്പോൾ ഒരുവിധം ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വൈറ്റ് ക്രീം വെച്ചിട്ടാണ് നമ്മളിത് എഴുതുന്നത്. കുറച്ച് ലൂസായിട്ടുള്ള ക്രീമാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അതായത് അധികം ബീറ്റ് ചെയ്ത് സ്റ്റിഫാക്കി എടുത്തിട്ടില്ലേ ക്രീം, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ അതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ ടിപ്പ് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ക്രീം വെച്ചിട്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതാൻ പറ്റും. കവറിൻ്റെ തുമ്പ് ഭാഗത്ത് ചെറിയൊരു കട്ട് കൊടുത്തിട്ടുള്ളൂ. അത് വെച്ചിട്ട് നിർത്തി വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ലെറ്റേഴ്സൊക്കെ എഴുതാൻ പറ്റും. ഇനി അതേ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് തന്നെയാണ് ഈ ഡിസൈനും കേക്കിൻ്റെ മുകൾ ഭാഗത്ത് ഈ ഡിസൈൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ചെറിയ ചെറിയ ബീഡ്സ് വെച്ചിരിക്കുന്ന പോലെ ചെറുതാക്കി ഇതുപോലെ ബോൾസ് പോലെ ചെറിയ ബോൾസ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. മറ്റൊരു ടൂൾസും നമ്മളിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒരേ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് തന്നെ നമുക്കിത് ഫുള്ളായിട്ട് ഫിനിഷിങ് ചെയ്തെടുക്കാവുന്നതുള്ളൂ. ഇനി ഇതിൻ്റെ ടിപ്പ് കുറച്ചും കൂടെ ഞാൻ വലുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ വലിയ ബോൾസ് പോലെ അടിഭാഗത്തെ ലോ വോളിനും ഒരു ഫിനിഷിങ് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ ഓരോ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് കേക്കിൽ കൂടുതൽ ഡിഫറൻസ് കൊണ്ടുവരാം. ഫ്ലവേഴ്സ് വയ്ക്കുന്നുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം.